ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി മത്തനും പയറും വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. എരിശ്ശേരി ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു കപ്പിൻ്റെ അടുത്തായിട്ട് മമ്പയർ എടുത്തിട്ടുണ്ട്. മമ്പയർ അല്ലെങ്കിൽ വൻപയർ എന്നൊക്കെ പറയാം. ഇതൊരു കപ്പ് നിറയെ ഇല്ല, ഒരു കപ്പിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുതിർത്ത് വെക്കാൻ ടൈമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നേരിട്ടും വെക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ വെന്ത് കിട്ടാൻ കുറച്ചും കൂടെ ടൈം എടുക്കുന്നു മാത്രം. പയറ് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട മത്തന് തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലെ 2 ചെറിയ കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കാം. രണ്ട് കഷ്ണം മത്തൻ്റെയും ഉള്ളിലെ കുരുവും തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് ഇപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു മത്തൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പയറ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മത്തൻ്റെയും പയറിൻ്റെയും കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുതിർത്ത് വെക്കാത്ത പയറാണെങ്കിൽ ആദ്യം പയറ് മാത്രമായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ മത്തനിട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചാലും മതി. കാരണം പയർ കുറച്ച് വേവ് ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ പയറും മത്തനും കൂടെ ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 3 വിസിലടിക്കുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ചും അതുപോലെ തന്നെ പയർ കുതിർത്ത് വെച്ചിട്ടുള്ള ടൈമിനനുസരിച്ചും വേവുന്ന ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. മത്തനും പയറും വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. ഈ ഒരു എരിശ്ശേരിക്ക് അത്യാവശ്യം എരിവ് വേണം. അപ്പോൾ മുളകിൻ്റെ എരിവിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താം. പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ജീരകം കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോവണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. കുക്കർ തുറന്ന് നോക്കുമ്പോൾ പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മത്തന് പിന്നെ വലിയ വേവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മത്തനും പയറും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുക്കറിലേക്ക് തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള പയറും മത്തനുള്ള കുക്കറിലേക്ക് ആദ്യം തേങ്ങയുടെ മിക്സ് ഇട്ടിട്ട്
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അവസാനം കടുക് വറുത്തിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ, ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യും. പിന്നെ നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.